എന്റെ പേര് ഷാന എന്നാണ്. ETC ലീഡർ ആണ്. മുസ്തഫ സാറ് എന്റെ ഫാദർ ആണ്. ബുഷ്ര മാഡം, മുസ്തഫ സാറ് STC ആണ്. എന്റെ മദർ TC ആണ് ബുഷ്ര മാഡം. അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മ, എന്റെ ഹസ്ബൻഡിന്റെ സിസ്റ്റർ, എന്റെ അമ്മായി, എന്റെ മാമന്, അതുപോലെ തന്നെ എന്റെ കസിൻസ്, ഞങ്ങളെല്ലാവരും ഈ ബിസിനസ്സിലുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും വേറെ വേറെ വരുമാനങ്ങളും കിട്ടുന്നുണ്ട്. ഞങ്ങളൊക്കെ ചെയ്യുന്നത് ഒരേ ബിസിനസ് അല്ലേ. ഞാൻ പോയിട്ട് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയിട്ട് ഹോം മീറ്റിംഗ് എടുത്താലും, എന്റെ വീട്ടിൽ ഹോം മീറ്റിംഗ് എടുത്താലും, എന്റെ മാമന്റെ വീട്ടിൽ പോയിട്ട് ഹോം മീറ്റിംഗ് എടുത്താലും ഞങ്ങളൊക്കെ ഒരു ഫാമിലിയാ. ഈ കാശ് പുറത്ത് എവിടെയും പോകുന്നില്ല. എവിടെ വർക്ക് ചെയ്താലും നമ്മളെ ഫാമിലിയിലേക്ക് തന്നെ കാശ് വരുന്നു. ഇത് നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോ ഏറ്റവും അണ്ടറിൽ, നിങ്ങളെ ഫാമിലിയിലുള്ള ഏറ്റവും അണ്ടറിലുള്ള വ്യക്തിയുടെ അണ്ടറിൽ പോയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യൂ. നിങ്ങളുടെ സഹോദരിക്കോ സഹോദരനക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മായിയുടെ മോൻക്കോ കുഞ്ഞുമാക്കോ മാമനക്കോ കാശ് കിട്ടുന്നതിൽ എന്താണ് പ്രശ്നമുള്ളത്? നിങ്ങൾക്കും വരുമാനം വരുന്നില്ലേ? ദിസ് ഇസ് എ ഫാമിലി ബിസിനസ്. ഫാമിലിയെ വിജയിപ്പിച്ചുകൊണ്ട് നമ്മളും വിജയിക്കുക. ഫാമിലിയിൽ കുശുമ്പും കുന്നായ്മയൊന്നും വെച്ച് നടക്കരുത്. എല്ലാവരും നന്നാവട്ടെ അല്ലെ. നമ്മൾ വിജയിക്കണതിന്റെ ഒപ്പം എല്ലാവരും നന്നാവട്ടെ. ആ ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടാവുക. എന്റെ കൂടെ വന്നവരെ ഞാൻ വിജയിക്കും എന്നുള്ള ഒരു ദൃഢമായിട്ടുള്ള ഒരു വിശ്വാസവും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ വിജയിപ്പിക്കും. അത്രേ ഉള്ളൂ. നിങ്ങൾ എടുക്കുന്നുണ്ടോ, എഫേർട്ട് എടുക്കുന്നുണ്ടോ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ? നോ ഡൗട്ട്. അത് പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, നിങ്ങൾക്കൊന്നും ഈ പറയുന്ന ലിമിറ്റുകളൊന്നും ഇല്ല. നമ്മൾ ഈ മോർണിംഗ് മീറ്റിൽ നമ്മൾ രാവിലെ എണീറ്റ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നില്ലേ? നിങ്ങൾ ഇന്ന് പോയിട്ട് നിങ്ങൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ആളുകളുടെ ലിസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വിളിക്കൂ. ഈ 10 ആളുകൾക്ക് വിളിക്കൂ. വിളിച്ചിട്ട് നിങ്ങൾ ഒരു അപ്പോയിന്റ്മെന്റ് ഡേറ്റ് എടുക്കും. കറക്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഒരു ഡേറ്റ് എടുക്കൂ. ആ ഡേറ്റിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ലീഡറും ഒത്ത് ആ വ്യക്തിയെ പോയി കണ്ട് സംസാരിച്ച് ഒരു GTSയിലേക്ക് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് നിങ്ങൾ പ്ലാന് കൊടുക്കുകയോ ചെയ്യാം. നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് അവരെ മേടിച്ച് അവരോട് യൂസ് ചെയ്യാൻ പറയും. ഒരിക്കലും അവരോട് ആദ്യം തന്നെ ഒരു ബൾക്ക് പ്രൊഡക്റ്റ് എടുക്കണമെന്നൊന്നും പറയണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ മെന്റാലിറ്റി ഓഫ് ബിസിനസ് ആണ്. ബിസിനസ്സിനെ നമുക്ക് എങ്ങനെയും ചെയ്യാം. അതൊക്കെ നമ്മളുടെ കഴിവിനനുസരിച്ചിരിക്കും. നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളിൽ ഒരു 90% ആളുകളും ഇതിലേക്ക് വന്നിട്ടുള്ളത് റിസൾട്ട് കൊണ്ടാണെന്നുള്ളത് നമുക്കറിയാലോ. അപ്പൊ പ്രൊഡക്റ്റിന്റെ റിസൾട്ടിനെ കുറിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എത്ര വലിയ ലീഡേഴ്സ് ആണെങ്കിലും എത്ര നെഗറ്റീവ് ആയിട്ടുള്ള ലീഡേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ഗുണം കൊണ്ടായിരിക്കും നിങ്ങൾ ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുണ്ടായിരിക്കുക. ഇന്ന് നമ്മളുടെ ഈ ഒരു രാജ്യത്ത് അല്ലെ ഇന്ത്യൻ മഹാരാജ്യത്ത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ടൈം ലിമിറ്റ് ഇതിനില്ല, നോ ബോസ് ബിസിനസ് ആണ്, നമുക്ക് ഏരിയ ലിമിറ്റ് ഇല്ല. അതുപോലെ തന്നെ നമുക്ക് റിട്ടയർമെന്റിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. വേറെ ഏത് ബിസിനസ് ആണ് നിങ്ങൾക്ക് ഇത്രയും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളത്? ഞാൻ പലപ്പോഴും പറയും, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവ് നമുക്ക് വരുന്നുണ്ട്, റിസ്ക് നമുക്ക് വരുന്നുണ്ട്. ഈ ബിസിനസ്സിൽ എന്താണ് റിസ്ക്? നിങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ ടൈമാണ്, നിങ്ങളുടെ എഫേർട്ടാണ് ഇതിലത്തെ റിസ്ക്. അല്ലാണ്ട് നിങ്ങൾക്ക് വലിയ റിസ്ക് ഒന്നും വരുന്നില്ല. പല ആളുകളും പറയണ കേട്ടിട്ടുണ്ട്, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇതൊന്നും ചെയ്യാൻ പറ്റുക. അവര് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഇതിൽ ശരിയായിട്ട് ഒറ്റ മാസം നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ലീഡേഴ്സ് പറയണതിനനുസരിച്ച് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു വക സംശയമില്ല. പക്ഷെ അത് ചെയ്യാനുള്ള ഒരു എഫേർട്ട് നമ്മളുടെ ഭാഗത്തുനിന്നും കൂടി നമ്മൾ കാണണം. ഒരു നമ്മളുടെ കസ്റ്റമർ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ കമ്മ്യൂണിറ്റീനെ നമ്മൾ ബിൽഡ് ചെയ്യുക എന്നാണ് പറയുക. നമ്മളുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ കമ്മ്യൂണിറ്റീനെ നമ്മൾ ബിൽഡ് ചെയ്യുന്നതാണ് ഈ ഒരു ബിസിനസ്സിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന മഹത്തായ ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് സാധിക്കുന്നത്.